ആരുടെ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിലാണോ മരിച്ചത്? അല്ല. ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിലാണോ മരിച്ചത്? അല്ല. സുബഹിക്ക് ഇമാം നിൽക്കുമ്പോ ശത്രു വന്ന് കുത്തിയതാണ്. യുദ്ധത്തിലല്ല മരിച്ചത്. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, എന്റെ ഉമ്മത്തിൽ ഒരുപാട് ശുഹദാക്കളുണ്ട്. പക്ഷേ എന്റെ സമൂഹത്തിലെ അധിക ശുഹദാക്കളും വിരിപ്പിൽ കടന്ന് മരിക്കുന്ന ആളുകളാണ്. അധിക ആൾക്കാരും വിരിപ്പിൽ കടന്ന മരിക്കുക. യുദ്ധത്തിൽ മരിക്കുന്നത് കുറച്ചുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്തിരുന്നൊരു ദുആയുണ്ട്. എന്താണ് ദുആ? വിചിത്രമായ ദുആയാണ്. അങ്ങനെ ചരിത്രത്തിൽ വേറെ ആരും ദുആ ചെയ്തിട്ടില്ല എന്നാണ്. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്. പടച്ചവനെ, നിന്റെ നബിയുടെ നാട്ടിൽ മരിക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണം. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ, എനിക്ക് രക്തസാക്ഷിത്വം തരണം. ഫീ ബലദി നബിയിക്, നിന്റെ നബിയുടെ നാട്ടിൽ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, പടച്ചവനെ, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് ഷഹീദാവണം. ഇതിലൊരു ചെറിയ ട്രിക്കി ദുആയാണ്. എന്താ പ്രശ്നം? എവിടെ ഷഹീദാവണം? മദീനയിൽ. മദീനത്തും മക്കത്തും ഷഹീദാവണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള ചോദ്യമാണ്. കാരണം യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് രണ്ടും. ഹറമിൽ യുദ്ധം നടക്കാൻ പറ്റൂല. ഇൻ കേസ് ശത്രുക്കൾ അവിടെ വന്ന് അറ്റാക്ക് ചെയ്താൽ ഡിഫെൻഡ് ചെയ്യുക എന്നല്ലാതെ ഒരു യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് മക്കയും മദീനയും. ഹറം അങ്ങനെയാണ്. ഉമർ തങ്ങളുടെ ചോദ്യം എന്താ? എനിക്ക് മദീനയിൽ ഷഹീദായി മരിക്കണം. യാ അല്ലാഹ്, ഭയങ്കര ചോദ്യമല്ലേ അത്? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്, നിന്റെ നബിയുടെ നാട്ടിൽ വെച്ച് ഷഹീദാകാൻ ഭാഗ്യം തരണം അല്ലാഹ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഭരണകാലത്ത്, ഭരണം കഴിഞ്ഞ് ഭരണത്തിന്റെ അവസാന കാലം സുബ്ഹിക്ക് ഇമാം നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് വയറ്റത്തേക്ക് കുത്തുന്നത് കത്തികൊണ്ട്. അങ്ങനെ ഷഹീദായ ആളാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. യുദ്ധത്തിലല്ല, പക്ഷെ ഷഹീദാണ്. വിരിപ്പ് കടന്നിട്ടാണ് മരിച്ചത്. അകത്ത് കുടിക്കാൻ പാൽ കൊടുത്തല്ലോ, പാലെല്ലാം പുറത്തേക്ക് വന്നു. അപ്പോ വിചാരിച്ചു ഉമർ തങ്ങൾ വഫാത്താവുകയാണ്, ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല. എല്ലാരും ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവാ. ബഹുമാനപ്പെട്ട ഒരു ബോധം കൂടെ തെളിഞ്ഞപ്പോ പറഞ്ഞു, യാ അല്ലാഹ്, ഞാൻ എന്റെ സുബഹി നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. ഇമാമായിരുന്നു, ഇമാം നിൽക്കുമ്പോഴാണ് എന്റെ സുബഹി നിസ്കാരം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. പഠിച്ചോനെ, എനിക്ക് ഒന്നു കൊടുത്തു തരും, ഞാൻ ആ നിസ്കാരം നിസ്കരിക്കട്ടെ, ഖളാ കൂട്ടട്ടെ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമുക്ക് തലവേദന ഉണ്ടായ പിന്നെ നിസ്കാരമില്ല, വയറുവേദനയാണെങ്കിൽ പിന്നെ നിസ്കാരമില്ല. ആലോചിച്ച് നോക്കി മുഅ്മിനീങ്ങളെ, എന്താ നമ്മളൊക്കെ ധൈര്യം? ഭയങ്കര ധൈര്യമാണ്. നമ്മളൊക്കെ ഭയങ്കര ധൈര്യവാന്മാരാണ്. എന്തോ ഒരു ധൈര്യം. സ്വർഗത്തൊക്കെ റെഡിയായി നിൽക്കല്ലേ നമ്മളെ പഠിച്ചോനെ. മരിച്ചാൽ മതി, നമ്മളൊപ്പം കൂടിയുള്ളതൊക്കെ സ്വർഗത്തിലാണ് അല്ലെ? എങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ വർത്താനങ്ങൾ. നമ്മൾ സ്വർഗത്തൊക്കെ ഉറപ്പാണ് പോരുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാം, എന്റെ നിസ്കാരം ഞാൻ നിർവഹിച്ചിട്ടില്ലല്ലോ. വുദു എടുത്തു തരും. കിടന്ന കിടപ്പിൽ സ്വഹാബത്ത് വുദു ചെയ്ത് കൊടുത്തിട്ട് നിസ്കരിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിലാണ് സംഭവിക്കുന്നത്. നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല, നിസ്കരിച്ചു. എന്നിട്ട് ഒരു വാക്കും പറഞ്ഞു കൊടുത്തു, ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട്, അതിന്റെ മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്തേക്ക്. നാളെ അല്ലാഹു അമൽ തൂക്കുന്നുണ്ട്, അത് കാണാന്ന് വിചാരിച്ച് നടക്കണ്ട. ഇവിടുന്ന് നിങ്ങളൊന്ന് കണ്ടുപോയിക്കണം, നിങ്ങളൊന്ന് കൂട്ടി നോക്കി. ഇത്ര കൊല്ലം ഞാൻ ജീവിച്ചില്ലേ, ഞാൻ എത്ര നന്മ. എന്ത് നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ കണ്ണെന്ത് ചെയ്തു, എന്റെ കാത്, എന്റെ നാവ്, എന്റെ മനസ്സ്, എന്റെ കൈകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തത്, എന്റെ മെസ്സേജുകൾ ഞാൻ കൈമാറിയത്, ഞാൻ റിസീവ് ചെയ്തത്, ഞാൻ ആൻസർ ചെയ്തത്, ഞാൻ ക്ലിക്ക് ചെയ്തത്, എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര നന്മയുണ്ട്, എത്ര തിന്മയുണ്ട്. ഓരോ ദിവസവും കണക്കെടുക്കി. നമുക്ക് കിട്ടാനുള്ള പൈസന്റെ ഏർപ്പാടായി നമ്മൾ കണക്കെടുക്കൂലേ, കൃത്യമായിട്ട് എടുക്കൂലേ? എത്ര നേരം വൈകിയാലും നമ്മുടെ ആഖിറത്തിന്റെ വിഷയമാണ്. ഉമർ തങ്ങൾ പറഞ്ഞ അവസാനത്തെ ഉപദേശം അതായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. യാ അല്ലാഹ്, അതൊക്കെ റെഡിയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ചില വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോവല്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല വന്നു. സിദ്ദീഖ് തങ്ങൾ വഫാത്താകുന്ന 63-ാമത്തെ വയസ്സിൽ, ഹബീബിന്റെ അതേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വയസ്സിലാണ്.
ആയിഷ ബീവി റളിയല്ലാഹു തആല വന്നു, വാപ്പയല്ലേ സിദ്ദീഖെന്ന് വരുന്നു, പുറത്താകാൻ വേണ്ടി കിടക്കുകയാണ്. ഇന്ന് മരണം ഭയങ്കര സംഭവമാണ്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽ മൗതു റാഹത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് റാഹത്താണ് മരണം. ഈ ദുനിയാവിലെ ടെൻഷനും ഒച്ചപ്പാടും ബഹളം, രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും കുട്ടികളും മക്കളും ജോലിയും ടെൻഷനും നാടും വിദേശവും പ്രവാസവും ഇതൊന്നും ഇല്ലല്ലോ. കബറിൽ പോയ ഏത് പ്രവാസി നമ്മളെ നാടന്നല്ലേ. റാഹത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനത് ആശ്വാസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മൗതു കഫാറത്തുൽ ലിൽ മുഅ്മിൻ. സുബ്ഹാനല്ലാഹ്, അൽ മൗതു കഫാറത്തുൽ ലികുല്ലി മുസ്ലിമിൻ. ഹാനായ അബൂ നുഐം തങ്ങൾ ഹില്യയിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസ്, മരണം മുസ്ലിമായ മനുഷ്യന് പ്രായശ്ചിത്തമാണ്. കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള അവസരമാണ്, കഫാറത്താണ്. മരിക്കുന്ന നേരത്തെ ആ പ്രയാസങ്ങളെ കൊണ്ട് അള്ളാഹു ഒരുപാട് തെറ്റുകൾ അവർക്ക് പുറത്തു കൊടുക്കുന്ന കഫാറത്തുൻ. മുഅ്മിനായ മനുഷ്യനത് പ്രായശ്ചിത്തമാണ്, ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തമാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ കിടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് രണ്ടുപേര് കവിത ചൊല്ലി, അർത്ഥവത്തായ രണ്ട് വാക്ക്. لعمرك ما يغني الثراء عن الفتى لعمرك ما يغني الثراء عن الفتى إذا حشرجت يوما وضاق بها الصدر. മരിച്ചു പോകുന്ന വാപ്പാ, നിങ്ങളുടെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് എത്ര തന്നെ അനുശോചിച്ചാലും അത് നിങ്ങളുടെ വിയോഗത്തിന് പകരമാകില്ലല്ലോ. അർത്ഥമതാണ്. ഫാത്താകാൻ പോകുന്ന നേരത്ത് ബോധത്തോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു അനുഗ്രഹമാണ്. ബോധം ഉണ്ടായിട്ട് മരിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കാൻ. അപ്പൊ മുഖത്തിങ്ങനെ വസ്ത്രട്ടുണ്ട്, ഏകദേശം മരണത്തിന്റെ സമയമായി തുടങ്ങിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ കിടക്കണത്. വസ്ത്രം കെട്ട് നീക്കി, എന്താണ് രംഗം ആലോചിച്ച് നോക്കി, മരിക്കണ നേരാണത്. സിദ്ദീഖ് ഞങ്ങൾ വസ്ത്രം നീക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ലല്ലോ ആയിഷ ബീവി പറയേണ്ടത്, ഇങ്ങനെയല്ലല്ലോ മോളെ പറയേണ്ടത്. وجاءت سكرة الموت ذلك ما كنت منه تحيد. നല്ലേ മോളെ നിങ്ങൾ പറയേണ്ടത്. وجاءت سكرة الموت, മരണത്തിന്റെ പ്രയാസം വന്നെത്തിയിരിക്കുന്നു. ذلك ما كنت منه تحيد, മരിക്കാതിരിക്കാൻ നീ ഒരുപാട് ഓടി രക്ഷപ്പെട്ടിരുന്ന ആളായിരുന്നല്ലോ. ആ മനുഷ്യ, നിന്റെ മരണം നിന്നെ വന്നെത്തിയിരിക്കുകയാണ്. ഇതല്ലേ ആയിഷ ബീവി പറയേണ്ടത്. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, എന്റെ വസ്ത്രം, രണ്ട് വസ്ത്രം കാണിച്ചു കൊടുത്തു. ഈ രണ്ട് വസ്ത്രവും നിങ്ങൾ വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നന്നാക്കി വൃത്തിയാക്കി വെക്കി, ഇതിൽ എന്നെ കഫൻ ചെയ്താൽ മതി. രണ്ട് കമീസ് കാണിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങൾ വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കി ഇത് ശരിക്കും ക്ലീൻ ആക്കുക, എന്നിട്ട് എന്നെ ഇതിൽ മറവ് ചെയ്താൽ മതി. പുതിയ വസ്ത്രമൊക്കെ എടുക്കാൻ നല്ലത്, ജീവിച്ചിരിക്കണ മനുഷ്യന്മാരല്ലേ, എനിക്ക് പുതിയതൊന്നും വേണ്ട, ഈ പഴയത് മതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന ആളല്ല പുതിയതൊക്കെ ഇടാൻ നല്ലത്, മരിച്ചു പോകുന്ന ആൾക്ക് പിന്നെ പുതിയന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എനിക്കെന്റെ ഈ പഴയ രണ്ട് ഡ്രസ് മതിട്ടോ, എന്നെ അതിൽ മറവ് കഫൻ ചെയ്താൽ മതി. ആര് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിക്ക് ഇങ്ങോട്ട് സങ്കടം. ആയിഷ ബീവി ഒന്ന് ചെറുപ്പമാണല്ലോ, 20 വയസ്സുണ്ടാവുള്ളൂ വാപ്പ മരിക്കുമ്പോ. അങ്ങനെ ഹബീബായ തങ്ങളെ പറ്റി പാടുന്ന പാട്ടുണ്ട്. ശരീരത്തിന് ചമപ്പ് കലർന്ന വെളുത്ത നിറമുള്ള സുന്ദരമായ ശരീരമുള്ളവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. അങ്ങയുടെ പരിശുദ്ധ മുഖത്തെ മുൻനിർത്തി തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നുവല്ലോ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ബഹുമാനപ്പെട്ടവർ നബി തങ്ങളെ പറ്റി പറഞ്ഞതാണ്. അങ്ങയെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നുവല്ലോ. അങ്ങനത്തെ മഹത്വമുള്ളവരെ, എന്റെ ഉപ്പാനർത്ഥം തവസ്സുൽ ചെയ്തിട്ട് പറഞ്ഞു നോക്കാം. റബ്ബിയുൽ യതാമ തിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽറാമിലി. വിധവകളെ നോക്കിയിരുന്നവരെ, യതീമുകളെ സംരക്ഷിച്ചിരുന്നവരെ, അപ്പാനെ പറ്റി ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, "ദാക റസൂലുള്ളാഹ്, നിങ്ങൾ ആ പാടിയ പാട്ടിന് അർഹതപ്പെട്ടത് എന്റെ റസൂലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ പറ്റി അങ്ങനെ പറയാനുണ്ട് മോളെ? ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്ന വാക്കല്ലേ?" ആര് പറഞ്ഞു? ഹബീബിന്റെ സഹാബി സിദ്ദീഖ്. ആ നിമിഷം ഇനിത്തെ സെക്കൻഡുകൾ കൊണ്ട് വഫാത്താകാൻ പോവാണ്. അപ്പോഴാണ് ഈ വർത്താനൊക്കെ. ഇതിലാണ് അത്ഭുതം, ഇവിടെയാണ് അത്ഭുതം. മരണത്തെ കണ്ടങ്ങട് സ്വീകരിച്ച് ഏറ്റെടുത്തു പോവുകയാണ്. ഹബീബുൻ ജാഅ അലാ ഫാഖ ലാ അഫ്ലഹ മൻ നദിം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹബീബുൻ ജാഅ അലാ ഫാഖ. മരണം ആസന്നമായപ്പോ മഹാനായ ഹുദൈഫത്തുൽ യമാനി തങ്ങൾ പറഞ്ഞു, ഹബീബ്, അല്ലാ നമ്മുടെ കൂട്ടുകാരൻ വന്നെത്തിയിരിക്കാൻ, നിങ്ങൾ മരിക്കാൻ ഉറപ്പായി, അല്ലാ നമ്മുടെ കൂട്ടുകാരൻ വന്നല്ലോ. ജാഅ അലാ ഫാഖ, ഒരുപാട് കാലം കാത്തിരുന്ന് വിഷമിച്ച് ഇതാ ഇപ്പോഴാ വന്നത്. അൽഹംദുലില്ലാഹ്, എന്റെ കൂട്ടുകാരൻ. ലാ അഫ്ലഹ മൻ നദിം, ഇവിടെ സങ്കടപ്പെട്ടവന് വിജയിക്കാൻ പറ്റൂല. എനിക്കൊരു സങ്കടവുമില്ല, എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ് ഈ വന്നിരിക്കുന്നത്, വരട്ടെ യാ മർഹബ എന്ന് വിളിച്ചു മരിച്ചവരാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു. പറഞ്ഞത് മരണത്തെ ഇങ്ങനെ സ്വീകരിക്കാൻ മുഅ്മിന് കഴിയണം. ഇവിടേക്കാ നമ്മുടെ ലക്ഷ്യം. അല്ലാതെ അങ്ങോട്ട് പേടിച്ചിട്ട് ഇടങ്ങാറായിട്ട് അതുകൊണ്ട് കാര്യമില്ല. മരണത്തിന് ശേഷം എന്താണോ ഉള്ളത് അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, മോളെ, ദാക റസൂലുള്ളാഹ്, നിങ്ങൾ ഈ പറഞ്ഞ പാട്ട്, വഅബിയാഉ യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി തിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽഅറാമിലി. ഏതൊരു മഹാന്റെ പരിശുദ്ധ മുഖത്തെ മുൻനിർത്തി അല്ലാഹുവിനോട് ചോദിച്ചപ്പോഴാണോ നമുക്ക് മഴ കിട്ടിയത്? ആരാണോ യതീമുകൾക്ക് താങ്ങും തണലുമായത്? ആരാണോ വിധവകളെ സംരക്ഷിച്ചവര്? അങ്ങനത്തെവരെ എന്ന് പറഞ്ഞത് എന്നെ പറ്റി പറയേണ്ട മോളെ, അല്ലാഹുവിന്റെ റസൂലല്ലേ ദാക റസൂലുള്ളാഹ്. എന്തൊക്കെ പാഠങ്ങളുണ്ടെന്ന് അവിടെ മനുഷ്യന്മാര് പൊക്കി പറയുമ്പോ പൊങ്ങി കൊടുക്കരുതെന്ന ഒന്നാമത്തെ പാഠം ഇവിടെ. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നെ അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടത്, ഞാൻ അങ്ങനത്തെ ആളാണ്. അതൊന്നുമല്ല, ഇത് എന്നെ പറ്റിയല്ലല്ലോ, അതൊക്കെ അല്ലാഹുവിന്റെ റസൂലല്ലേ. അപ്പൊ അവര് ചോദിച്ചു, സഹാബത്തുക്കൾ ഓടി വന്നു, വഫാത്താകാനായിട്ടുണ്ടെന്ന് കേട്ടപ്പോ, അലാ നദ്ഉ ലക തബീബൻ യൻദുറു ഇലൈക്, നിങ്ങളെ പരിശോധിക്കാൻ ഒരു ഡോക്ടറെ പറഞ്ഞയക്കട്ടെ സിദ്ദീഖ് എന്നവരെ, ഒരു ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഖദ് നളറ ഇലയ്യ തബീബി, ഡോക്ടർ എന്നെ നോക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. വഖാൽ, എന്റെ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നി ഫഅാലുൻ ലിമാ ഉരീദ്, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ എന്ന് എന്റെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് വിളിക്കണ്ട. ആരാണ് ആ ഡോക്ടർ? അല്ലാഹു ജല്ല ജലാലുഹു. 63-ാമത്തെ വയസ്സാണ്, 99-ാമത്തെ വയസ്സല്ല ഇത്. 100-ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ പോകുമ്പോഴല്ലേ മരിക്കുന്നത്. 63, അതൊക്കെ ആരോഗ്യമുള്ള സമയമാണ്. എന്റെ ഡോക്ടർ വന്നിട്ടുണ്ട്, ഡോക്ടർ എന്നെ നോക്കിയിട്ടുണ്ട്, ഡോക്ടറിനോട് പറഞ്ഞു, അന ഫഅാലുൻ ലിമാ ഉരീദ്, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ എന്ന് എന്റെ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിന് മനസ്സിലായി, ഇനി നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, യാ അബൂബക്കർ, നിങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഇസ്ലാമിന്റെ ഖലീഫയല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസീയത്ത് തരും, ഒരു ഉപദേശം തരും. ഒരു ഉപദേശം വഫാത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നടന്ന സംസാരമാണ്. അതാണ് ഇതിന്റെ അത്ഭുതം. വഫാത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നല്ല ബോധത്തിലെ വഫാത്താകുന്നത്. അപ്പൊ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവ് തുറന്നു തരാൻ പോകുന്നുണ്ട്. പൈസ ഇഷ്ടം പോലെ കിട്ടും. ലോകം തുറന്നു തരാൻ പോകുന്നു. ഇസ്ലാമിന് രാജ്യങ്ങൾ കീഴടങ്ങാൻ പോവുകയാണ്. അതൊക്കെ ഭയങ്കരമായ ഒരു പ്രവചനങ്ങളാണ്. ഇസ്ലാം ലോകത്തെ ജയിച്ചടക്കാൻ പോകുന്നുണ്ട്. ഫാത്തിഹുൻ അലൈക്കുമുദ് ദുനിയ, ദുനിയാവ് അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരാൻ പോകുന്നുണ്ട്. ഫലാ തഅഖുദന്ന മിൻഹാ ഇല്ലാ ബലാഗത്, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ ഒന്നാകെ വാരിക്കൂട്ടണ്ട, ആവശ്യമുള്ളത് എടുത്താൽ മതി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് ജീവിതത്തിൽ ഇതിനു വലിയൊരു ഉപദേശം നൽകാൻ പറ്റിയ സന്ദർഭം എവിടെയാണ്? ആവശ്യമുള്ളത് എടുത്താൽ മതി കേട്ടോ. വഅലം, എന്ന് പറഞ്ഞു, അന്ന മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി, സുബ്ഹി നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവനെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. സുബ്ഹി നിസ്കരിച്ചാൽ, സുബ്ഹി ഖളാ ആകാതെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഒരു ഹദീസിൽ മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ, സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്.
فلا تغفر الله في ذمته فيكبك في النار على وجهه. അതുകൊണ്ട് സുബഹി നിസ്കരിച്ച് നടക്കുന്ന മനുഷ്യന്മാരെ പറ്റി ഗീബത്തും നമീമത്തും പറയാൻ നിൽക്കണ്ട, അവരെ ഇടങ്ങാറാക്കാൻ പോകണ്ട. അള്ളാഹു നിന്നെ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് എറിയും. ഇത് പറഞ്ഞിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലി റാഹത്താണ് മരിച്ചത്. അവസാനം പറഞ്ഞ വാക്കുകൾ ഇതാണ്: സുബഹി നിസ്കരിച്ചോളിയും. സുബഹി റെഡിയായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് റെഡിയാവുന്ന. മരിക്കാന്നൊക്കെ പറഞ്ഞ പോരിച്ചങ്ങനെ എണീറ്റ് പോയി ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ട പണി. രണ്ട് സഹാബികളും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരത്തിന്റെ വിഷയമാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇനി മറ്റ് ഉസ്മാൻ തങ്ങളുടെയും അലി തങ്ങളുടെയും സംഭവങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വല്ലപ്പോഴും പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒക്കെ പറയുന്ന വിഷയങ്ങൾ ഇതാണ്. നമ്മുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തെടുക്കുക. അല്ലാമ ഇഖ്ബാൽ അവസാനം പറഞ്ഞൊരു കവിത ഉണ്ട്. അദ്ദേഹം മരിക്കാൻ പോകുന്ന തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞു: നിശാനെ മർദ മുഅ്മിൻ ബാസു ഗോയം, നിശാനെ മർദ മുഅ്മിൻ ബാസു ഗോയം, ചൂ മർദ് ആമദ് തബസ്സും ബർലബത്. പേർഷ്യനിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ ചില വാക്കുകളാണത്. അല്ലാമ ഇഖ്ബാൽ എന്നവരെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മൗലാന അൽ മർഹൂം അബുൽ ഹസൻ അലി അൽ ഹസനി അൻ നദ്വി റഹ്മഹുല്ലാഹ് അദ്ദേഹമൊക്കെ പറയുമ്പോൾ അല്ലാമ ഇഖ്ബാൽ എന്ന് പറഞ്ഞ റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പറയും. അബുൽ ഹസൻ നദ്വിയുടെ കിതാബിലൊക്കെ നോക്കിയാൽ അസ്സയ്യിദ് അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുല്ലാഹി അലൈഹി, അവരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. നമ്മൾ കാണുന്ന ഫോട്ടോ അതൊന്നും അവലരിക്കും അദ്ദേഹത്തിന്റെ, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അദ്ദേഹം ഭയങ്കരമായൊരു ആത്മീയതയുടെ ഡെപ്തിലേക്ക് എത്തിയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അവസാന കാലം അങ്ങനെയായിരുന്നു. റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പറയും. കണക്ക് അത്രയും കാര്യപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ പറയുള്ളൂ, റഹ്മത്തുല്ലാഹി അലൈഹി. അല്ലാഹു തആല അവരെ നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു: നിശാനെ മർദ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം. ആരാ മുഅ്മിൻ? ആരാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ? ആരാന്നറിയോ? ബാതു ഗോയം, ഷാൽ ഐ ടെൽ യു, ഞാൻ നിനക്ക് പറഞ്ഞുതരട്ടെ. പേർഷ്യനാണ് ഈ വാക്കുകൾ. നിശാനെ മർദ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം. ബാതു, ഞാൻ നിനക്ക്, ഗോയം, ഞാൻ പറഞ്ഞു തരട്ടെയോ? ചൂ, എന്തെന്നാൽ മർഗ് ആമൻ, മരണം വന്നെത്തുമ്പോൾ, തബസ്സും, പുഞ്ചിരി, ബർലബസ്, ചുണ്ടിൽ ഉണ്ടായിരിക്കും. മരിക്കുമ്പോൾ ആരുടെ ചുണ്ടിലാണോ പുഞ്ചിരിയുള്ളത് അവനാ മുഅ്മിൻ. അല്ലാത്തൊരു ബേജാറായിട്ട് മരിക്കുകയാണ്. ആ നേരത്തെ പുഞ്ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഉസ്താദ്മാരൊക്കെ എപ്പോഴും പാടുന്ന ഒരു കവിത ഉണ്ടല്ലോ, കുട്ടിയുടെ ജനനവും മരണവും സംബന്ധിച്ച്. ഇങ്ങനെയാണ്: വലദതക ഉമ്മുക യബ്ന ആദമ ബാകിയാ വന്നാസു ഹൗലുക യദ്ഹകൂന സുറൂറാ. ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. أو منشا ولدتك أمك أمنا പ്രസവിച്ചപ്പോൾ ബാക്കിയ നീ കരയായിരുന്നു. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ, നിന്റെ ചുറ്റുമുള്ള ആളുകൾ ഓ മാഷാ അല്ലാഹ് കുട്ടിയാണോ പെണ്ണാണോ എത്ര കിലോ ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ചുറ്റുമുള്ള ആൾക്കാരെ നല്ല സന്തോഷത്തെ ചിരിക്കുകയായിരുന്നു. നീ വന്നപ്പോ കരഞ്ഞിട്ടാ വന്നത്. നമുക്ക് ആർക്കെയും പറയാൻ പറ്റില്ല ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. കരഞ്ഞിട്ടില്ലെങ്കിൽ വിഷമാണ്. കുറച്ചുവരെ കുട്ടി കരഞ്ഞിട്ടില്ല, കുട്ടിക്ക് സംസാരത്തിന് പ്രശ്നമുണ്ടോ, കുട്ടിക്ക് ബ്രെയിനിന് തകരാറുണ്ടോ? അങ്ങനെ കുട്ടിയുടെ ആ കരച്ചിൽ ഭയങ്കര ഒരു അടയാളമാണ്, ആശ്വാസത്തിന്റെ കരച്ചിലാണത്. നീ കരയായിരുന്നു, എല്ലാവരും ചിരിക്കായിരുന്നു. മാഷാ അല്ലാഹ്. എന്നിങ്ങനെ സുഖപ്രസവം, പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ള വാക്കാണത്. എന്ത് സുഖപ്രസവം എന്നൊക്കെ നമ്മൾ സിസേറിയൻ അല്ലെങ്കിൽ നമ്മൾ സുഖപ്രസവം എന്നാ പറയാ. അള്ളാഹു അതൊക്കെ സഹോദരിമാർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രസവിച്ചു, എല്ലാവരും സന്തോഷിക്കുകയാണ്, കുട്ടി കരയായിരുന്നു. ഫജ്ഹദിലി നഫ്സി, ഇനിയൊരു സമയം വരും നിന്റെ ചുറ്റുള്ള ആൾക്കാർ കരയും, അപ്പൊ ചിരിക്കാൻ നോക്കിക്കോ. ഫജ്ഹദിലി നഫ്സി, കുറച്ച് അധ്വാനിച്ചോ. ശരീരത്തിന്റെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെക്കണം. ഉറങ്ങാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത, എഴുന്നേറ്റ് നിസ്കരിക്ക്. പൈസ ഉണ്ടാക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത, നീ സ്വതക്ക കൊടുക്ക്, സക്കാത്ത് കൊടുക്ക്. പട്ടിണി അടക്കാൻ ആർക്കാ ഇഷ്ടം, നീ നോമ്പ് നോൽക്ക് അല്ലാഹുവിന് വേണ്ടിയിട്ട്, അല്ലേ? ഫജ്ഹദിലി നഫ്സി, നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തോട് എതിര് ചെയ്തിട്ട് കുറച്ച് അധ്വാനിച്ചോ. അൻതകൂന ഇദാ ബഖൗ
ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ, നീ മരിക്കാൻ പോകുന്ന നേരത്ത് ഇവരൊക്കെ ചുറ്റും കൂടി കരയാൻ നിൽക്കുമ്പോൾ അന്നേരം ചിരിക്കാനുള്ള വകയുണ്ടാക്കിക്കോ. എന്താണ് ആ വാക്കൊക്കെ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.